முருகா என்ன தாத்தா காரம் ஜாஸ்தி போடாதடா கண்ணா. காரமே போடலையே. ரொம்ப நல்லதா போச்சு தாத்தா. தம்பி நான் சுத்திட்டு வரேன். சரி. அம்ஜி அம்ஜி சாராகுட்டி அச்சானா யார் நீங்க? என்ன வேணும்? ஆரா எந்த வாடு 15வது பிரிவு. மன்னிச்சிடுங்க யஷ்மா. நீ வாடி. അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? ഉണ്ട്. അച്ഛാ. ആരാ? ഗുരുവാ യഷ്മ. ലാട ഗുരു. എന്നാ? അത്താഴ ഭക്ഷണിക്കാരുണ്ടോന്ന് ചോദിച്ചു. ഒന്നും കഴിക്കലേ. ഒരു പതിവ് ചോദ്യം ചോദിച്ചെന്നേ ഉള്ളൂ. തരാനിപ്പോ ഇവിടെ ഒന്നുമില്ല. ശരി വരാം യഷ്മ. നാളെ ചോറ് കരുതി വെക്കാം. വരണം. ശരി. എനിക്ക് നന്നാവാനാ ഞാൻ പോലീസായത്, അല്ലാതെ നാട് നന്നാക്കാനല്ല. ഇപ്പൊ കള്ളു കുടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോകാം, നാക്ക് ചൊറിയുമ്പോ നാട്ടുകാരെ തെറി പറയാം. പരമസുഖം. ഓടി ശ്രാമ്പ എന്ന് പറഞ്ഞ ആടി വിലസാം. ഇവിടെ കിടന്ന് വിലസിയ വാസുവിന്റെ കഥ അറിയാമല്ലോ. ഒന്നും അറിയാനില്ല. ഇപ്പൊ തിരിച്ചു കയറും വാസു സർക്കിളായിട്ട്. ബഷീറാ ഇപ്പൊ മന്ത്രി, നമ്മുടെ പാലാ ബഷീർ. കഞ്ചാവുണ്ടോടാ കയ്യിൽ? ഇല്ല യഷ്മ. ഈ യശമാൻ ഇന്ന് നൈറ്റാ. വശക്കേടായിട്ട് ഇവിടെങ്ങാനും കണ്ടാ നിന്റെ ലാടം ഞാൻ ഊരുവാടാ. ലാടാ പഴയ പോലീസ് അല്ല ഇനി. ഭരണം മാറി. ഒതുക്കി വെച്ചിരിക്കുന്ന കേസുകളെല്ലാം പൊക്കും. വരത്തന്മാരെ എല്ലാം അകത്താക്കും. പൊന്നിച്ചെട്ടി ഓട്ടിയെട്ടിയൊക്കെ സൂക്ഷിച്ചോ. സാറാക്കുട്ടി ശൗരിയുടെ അമ്മച്ചിയും മരിച്ചതിന്റെ പുറകിലുള്ള എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരും. ബഷീറാ മന്ത്രി. ശൗരിയുടെ അമ്മച്ചിയും പെങ്ങളുമാ മരിച്ചത്. ഓർത്തോ? എനിക്ക് ജീവിക്കാൻ വേണ്ടിയല്ലപ്പ ഞാൻ നാടുവിട്ടത്. പോലീസ് പിടിയിലായ ശിക്ഷിക്കും, തൂക്കിലേറ്റുകോ ജയിലടക്കി വെച്ചു. ദൂരെ എവിടെയെങ്കിലും പോയി ആരും അറിയാതെ ജോലി ചെയ്ത് 10 കാശ് സമ്പാദിച്ച് എപ്പോഴെങ്കിലും വന്ന് അമ്മച്ചയും സാറാക്കുട്ടിയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് കണക്കൂട്ടിയ തെറ്റിച്ചില്ല എല്ലാം. സാറാക്കുട്ടി, നിന്നെ കെട്ടിച്ചുവിടാൻ കാശും കൊണ്ട് അച്ചായം വന്നത്. അമ്മച്ചി, ഇച്ചിരി കഞ്ഞിതായോ എനിക്ക്? വാസു, ഞാനാ വാസു. ശൗരി. ശൗരി, എപ്പോ എത്തി? ഇത്രയും കാലം നീ എവിടെയായിരുന്നു? എന്റെ അമ്മച്ചിയും സാറാക്കുട്ടി എങ്ങനെയാ മരിച്ചേ? ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല ശൗരി. വിഷം കുടിച്ചാ മരിച്ചത്. നീ എവിടാന്ന് വെച്ച് അറിയിക്കാന് നേരത്തോട് നേരം കാത്തു. കൈമളദ്ദേഹവും ഞങ്ങളുമൊക്കെ ചേർന്ന് അടക്കം ചെയ്തു. തലേന്ന് പൊന്നിച്ചെട്ടിയുടെ വീട്ടിൽ സാറാ പോകുന്നത് കണ്ടവരുണ്ട്. അവള് പാടത്ത് ഒറ്റക്കിരുന്ന് കരയുന്നത് കണ്ട് നമ്മുടെ ജവഹരൻ കാര്യം അന്വേഷിച്ചു. അവളൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് ആരാ വാസു ഈ പൊന്നിച്ചെട്ടി? എന്താടാ സട്ട? പണം താണ്ടാ സട്ട. മുതലാളി രക്ഷിക്കണം. തന്റെ കയ്യില് വെച്ചുക്കോ. മലയാളം അറിഞ്ഞൂടാ. സർദാന വക്കീല് വളരെ ശരിയാ മോനെ. കടം വാങ്ങിയത് നേരാ.
പാടം തിരിച്ചു കിട്ടിയ പണി ചെയ്ത് ഞാൻ പലിശയും ചേർത്ത് മടക്കി തന്നോളാം. മടക്കി മടക്കി എങ്കടാ മടക്കരുത്, മടക്ക വന്നിട്ടാണുങ്ക. പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് പോടാ. ഓടാ. കല്യാണം കഴിച്ചില്ലേ? ചുനു, ഭാര്യയുടെ പേരെന്താ? ചുനു, ചുനു. അപ്പൊ രണ്ട് കല്യാണം കഴിച്ചില്ലേ? ആമാ. നമസ്കാരം മുതലാളി. ആകാശവാ. വക്കീലേ, ഓ. ഇതെന്താ കോലം? ഓലവല്ല മുതലാളി, ലാടന്മാരാ ആണ്ടൊഴിക്കാൻ വന്നിട്ട് പോകും. ഈ ചെപ്പിടി വിദ്യകളും കൈവിദ്യകളും ഒക്കെ ഉണ്ട്. കൊയ്ത്താകുമ്പോ വരും, വീട് തോറും കയറി ഇറങ്ങും. ഇത്തിരി ജോത്സ്യം നാടി ചികിത്സ ഒക്കെ ഉണ്ട്. அப்படியா? ആ போங்க போங்க. പോടാ പോ പോ. ഊരുകണ്ടികളാ മുതലാളി. ആമാ, പക്ഷേ ഊരിലെ തെണ്ടികളല്ല. തനിക്ക് എന്താണോ വേണ്ടത്? എനിക്ക് എംജാന്റെ ഒരു പടം വേണം. അത് മുതലാളി വിചാരിച്ച எம்ஜிஆர் படமா? ആ, ആ. பாப்போம். പാപ്പോ അങ്ങനെ പടം ഉണ്ടോ? മതി, പാപ്പെങ്കിൽ പാപ്പോ. ഇന്ന് തന്നെ പോസ്റ്റ് ഒട്ടിച്ച് കളയാം. പാപ്പോ. എന്റെ കാക്കി തിരിച്ചു കിട്ടിയിട്ടേ ഞാനിനി അവനെ കാണും. നിന്റെ അമ്മച്ചിയും സാറയും മരിച്ച കേസിൽ ഞാൻ അവനെ ചോദ്യം ചെയ്തു എന്നതാണ് എന്റെ കുറ്റം. ഞാൻ സസ്പെൻഷനിലായി. ഉടൻ തിരിച്ചു കയറും. ആ, നമ്മുടെ ബഷീർ ഇപ്പൊ മന്ത്രിയാ. അറിഞ്ഞു. ഞാൻ ബഷീറിനെ കണ്ട് സംസാരിച്ചിരുന്നു സസ്പെൻഷന്റെ കാര്യം. ശരിയാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലിപ്പോ ആരാ താമസം വാസു? വീടിപ്പോ ചെട്ടിയാരുടെ കൈവശമാണ്. അയാളത് പുതുക്കി പണിതത്. വീട് പണയം വെച്ച് സാറ ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് കുറെ കാശ് കടം വാങ്ങിയിരുന്നു. നിന്റെ അമ്മയുടെ ചികിത്സക്കും കച്ചവടത്തിനും ഒക്കെ ആയിട്ട്. കച്ചവടമൊക്കെ പൊളിഞ്ഞു, കടം നിന്നു, പലിശയും. അങ്ങനെ ചെട്ടിയാർ വീട് ഒഴിപ്പിക്കും എന്ന് വന്നപ്പോഴാണ് അമ്മയും മോളെ ഈ പണി പറ്റിച്ചത്. നീ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരിത് ചെയ്യുമായിരുന്നില്ല. ആ, അത് പോട്ടെ. നീ പോയാ ബഷീറിനെ ഒന്ന് കാണണം. കാലഹരണപ്പെട്ട കേസാ, എഴുതി തള്ളാവുന്ന കാര്യമേ ഉള്ളൂ. ആ കേസെല്ലാം പിൻവലിക്കാനുള്ള നീക്കമുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്റെ വീട് എനിക്ക് തിരിച്ചു വേണം വാസു. എന്റെ അപ്പനും അമ്മച്ചിയും പെങ്ങളും കഴിഞ്ഞിരുന്ന വീടാ. പാപ്പിയമാപ്പിളുടെ മകനായിട്ട് എനിക്ക് അവിടെ തന്നെ കഴിയണം. എല്ലാം നേരെയാക്കാം. ആ കേസൊന്ന് പിൻവലിച്ചോട്ടെ. എത്ര നാളിങ്ങനെ ഈ ലാടന്റെ വേഷത്ത് കഴിയാനാ? ലാടൻ ആദ്യമായി ഇവിടെ ഇല്ലയോ? ആ മഹേഷ്മ, നാട്ടിലെ ഊട്ടുവരെയായിരുന്നു ഒരു കാലത്ത് ഈ വീട്. ഇപ്പൊ എന്നാ ചഷ്മ? ഇപ്പോഴും അതുപോലെ തന്നെ. ഐശ്വര്യലക്ഷ്മി അല്ലേ അമ്മ? അന്നപൂർണേശ്വരി. അതെ അതെ, അർത്ഥപട്ടിണിയിൽ അന്നപൂർണേശ്വരിയും നിത്യദാരിദ്ര്യത്തിൽ മഹാലക്ഷ്മിയും. ഒരു നേരം ലാടൻ അന്നമൂട്ടാൻ കഴിഞ്ഞല്ലോ എന്നുള്ള തൃപ്തിയിലാ ഞങ്ങള്. വരുവേസ്മ, നല്ല കാലം വരും, കണ്ടിപ്പാ വരും. നാ വരേസ്മ. ആ. അമ്മാ, പഠിപ്പിൽ അടച്ചേക്കുമ്പോളെ. പാർവതി കുഞ്ഞേ, ശൗരി, നോക്കാൻ ഏൽപ്പിച്ചു പോയതല്ലേ പാർവതി കുഞ്ഞെ? അമ്മച്ചി സാറാക്കുട്ടിയെ നോക്കിയില്ലല്ലോ. വേണ്ട, ഞാൻ പോവുക. ഇപ്പൊ ആരും അറിയണ്ട. പിടികിട്ടാ പുള്ളിയായിരുന്നു.